എല്ലാരും ഫാഷന്റെ അങ്ങ് അറ്റമാണ്. മച്ചാൻ എന്താ കുറവാണോ? ഇതെന്തത് ഇങ്ങ് പോടാ. മച്ചാൻ എന്നെ വലിച്ചോണ്ട് പോയാണ് ഓരോരുത്തരെ കാണിക്കാൻ അല്ലേ? അത് കഴിഞ്ഞിട്ട് അഭിനയിച്ചായിരുന്നു എവിടെയെങ്കിലും? മമ്മൂട്ടി നേരിട്ട് വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത പടത്തില് നായികയുടെ അനിയത്തിയുടെ കൂടെ വരുന്നത്. മേളിൽ ചെന്നിട്ട് ഈ കൊച്ചിന്റെ വ്ളോഗല്ലേ ആ വേട്ടാമളയാ രണ്ടുപേരും ഭയങ്കര. സൂര്യ പറഞ്ഞ ഇവിടെ ഏതോ ഒരു ചേച്ചി ഉണ്ട്, ചേച്ചിയെ കാണിച്ചായിരുന്നു. എനിക്കറിയില്ലല്ലോ. ക്യാമറ ഓഫ് ചെയ്തോ ഞാൻ പറഞ്ഞു. ഏതാണ് ചേച്ചി? ജീവിതത്തിൽ ആദ്യ ഇന്റർവ്യൂ അത് തിരുവനന്തപുരത്ത്. ഇപ്പൊ നീ എവിടെ നിൽക്കുന്നു? ഇപ്പൊ ഞാൻ ക്ലബ് ഓഫ് എന്റെ നില നോക്കൂ. ഇപ്പോഴും നീ നിനക്ക് ജോലിയില്ല. സൂര്യയുടെ മീൻ ഞാൻ എടുത്തേ. മീനാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരെണ്ണം എടുക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ തലസ്ഥാന നഗരിയിലെത്തിയിരിക്കുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ? ഐ ആം കാർത്തികൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നലെ രാത്രി വന്ദേ ഭാരതിൽ എത്തിയതാണ് ഞാൻ. ഇപ്പോൾ ഞാനുള്ളത് എയർബിഎൻബിയിലാണ്. 2 ദിവസം ഞാൻ ഇവിടെ ഇരിക്കുന്നതാണ്. നമ്മൾ സ്റ്റേ ചെയ്ത റൂം പേരൂർക്കട എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള ഇപ്പോൾ സ്ഥലമാണ്. പുറത്തേക്കൊക്കെ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ ഇന്ന് നേരെ പോകാൻ പോകുന്നത് IFFK നടക്കുന്ന ടാഗോർ തിയേറ്ററിലേക്ക് ചെല്ലാനാണ്. നമ്മളുടെ വഞ്ചിയൂർ മാഹീൻ അഥവാ മാഹീൻ മച്ചാൻ അവിടെ വെയിറ്റിംഗ് ആണ്. ഓൾറെഡി 11 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്. 12 മണി കഴിഞ്ഞു. രാവിലെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ ഇനിയും മച്ചാന്റെ ചീത്ത കേൾക്കാൻ നിൽക്കാതെ നമുക്ക് വേഗം ഇറങ്ങാം. കമോൺ. അങ്ങനെ ഒരു നീണ്ട ഊബർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ വലിയ തിരക്കില്ല, പക്ഷേ ഭയങ്കര പരിപാടികൾ കാണുന്നത്. അവിടെ വഞ്ചിയൂർ മാഹീൻ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചേട്ടന ബിസിയാണ്. പക്ഷേ എനിക്കിവിടെ പോസ്റ്റ് തരാതിരിക്കാൻ എൻഗേജ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ചൊക്ലി റാപ്പർ. ഹലോ 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 നമസ്കാരം. ചൊക്ലി റാപ്പർ കഴിഞ്ഞ പ്രാവശ്യം അല്ല എനിക്ക് വേണം ആ വ്ളോഗിലുണ്ട്. നീ റാപ്പ് പാടി കേൾപ്പിച്ചായിരുന്നു. എങ്ങനെ പോകണം കരിയർ? വളരെ സുഗമമായിട്ട് പോകുന്നു. അതിനുശേഷം ആളുകളുടെ അടുത്ത് റാൻഡമായിട്ട് പോയിട്ട് 3 വാക്ക് പറ 3 വാക്ക് പറയാന്ന് പറഞ്ഞു പാടാൻ തുടങ്ങി. അവിടെ സ്പോട്ടിൽ റാപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ പേര് വെച്ച് സ്പോട്ടിൽ റാപ്പ് ചെയ്തു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം കൂട്ടുകാരന്മാരുടെ അപ്പന്മാരുടെ പേര് വരുന്നുണ്ട്. ഷഫീഖ്, ലത്തീഫ് ഇവരെയൊക്കെ വെച്ച് പാട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ തന്തമാരെല്ലാം കൂട്ടമായിട്ട് ഓടി വന്ന് തല്ലി കൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കാണാം. അടിപൊളിയായിട്ട് പോട്ടെ. ചൊക്ലി മാത്രമല്ല ബെസ്റ്റ് കണ്ട ബെസ്റ്റിൽ ഞാൻ വെള്ളം കുടിപ്പിച്ച ഒരാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിരിക്കുകയാണ്. പേര് പറഞ്ഞോടെ? ശ്രീലക്ഷ്മിനെ. ഏത് കോളേജിലായിരുന്നു? ന്യൂമാൻ കോളേജിലാണ് ഞാൻ വെള്ളം കുടിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് അഭിനയിച്ചായിരുന്നു എവിടെയെങ്കിലും? ഇതുവരെ അഭിനയിച്ചില്ലല്ലേ? അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി. മമ്മൂട്ടി നേരിട്ട് വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത പടത്തില് നായികയുടെ അനിയത്തിയുടെ കൂടെ വരുന്നത്. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും മാഹീൻ മച്ചാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോഴും തീർന്നിട്ടില്ല. ഭയങ്കര ഇവിടെ വന്നാലേ പുള്ളി ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കണം. കഴിഞ്ഞ് വന്നെന്തോ മച്ചാനെ തീർന്നില്ല കേട്ടോ, തീർന്നില്ല. പോയിട്ട് വൈകിട്ട് വന്നു. മച്ചാനെ കാണാനാണ് വന്നത്, പക്ഷെ ബാക്കി എല്ലാവരെയും കണ്ടു, മച്ചാനെ മാത്രം കണ്ടില്ല. ഫൈനലി വഞ്ചിയൂർ മാഹീൻ എത്തിയിരിക്കുകയാണ്. 3 വാക്ക് 3 വാക്ക് പറഞ്ഞാൽ ഇവിടെ പാട്ട് തുടങ്ങും. വേണ്ട എന്താ വെച്ചാൽ ഫുൾ തിരക്ക്. ഇത് ഭയങ്കര കളറല്ലേ ഒന്ന് തിരിച്ചറിയുന്നില്ല ആരും. 3 ദിവസം ബ്ലാക്ക് ഇട്ട് വന്നപ്പോൾ മൊത്തത്തിൽ എന്തോ പ്രതിമ കൊണ്ട് വെച്ചേക്കണം. ഇന്നപ്പം മൊത്തത്തിലൊരു കളറാവാന്ന് വിചാരിച്ചു. എന്തിനാ വന്നേ കാടില്ലാതെ? ചുമ്മാ മനസ്സിലായി, കാണുമ്പോ മനസ്സിലാകുന്നു. ഇവിടെ എന്തോ ഫുഡ് കിട്ടുന്നു. IFFKയിൽ 2 തരം ആളുകളാണ് വരുന്നത്. ഒരു വിഭാഗം സിനിമ കാണാനും മറ്റേ വിഭാഗം മാഹീൻ മച്ചാനെ കാണാൻ വരും. ഓ ശരിയാണ് കേട്ടോ, ഫുള്ള് മാഹീൻ ഫാൻസ് ആണ്. മച്ചാൻ എന്നെ വലിച്ചോണ്ട് പോയാണ് ഓരോരുത്തരെ കാണിക്കാൻ അല്ലേ? അല്ല അത് ഞാൻ നമ്മുടെ അർപ്പിതരേന്ദ്രനെ കണ്ടിട്ടുണ്ട്. മച്ചാനെ എന്താ പറയണത്? അതെ വ്ളോഗ് തന്നെ. ആഹാ ഫുള്ള് ഫ്രണ്ട്സ് ആണല്ലോ ഇവിടെ. ഈ ഫ്രണ്ട് ഇവിടെ കാണുന്നവരെല്ലാരെയും മായി മച്ചാൻ അടുത്തായിട്ട് പാട്ട് പാടാൻ പോവാണ്. മായി മച്ചാനെ പാട്ട് പാടാണ്ട് വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ആരാധകർ മായി മച്ചാന്റെ. എന്താണ് വ്ളോഗ് ഉണ്ടല്ലേ? എന്താ പേരെന്താ? ബേബി ക്വീൻ. ഞാൻ പറയണോ? എന്താ ഞാൻ പറയുമോ? മച്ചാൻ ഉടനെ വരും കേട്ടോ. മച്ചാൻ ഭയങ്കര തിരക്കിലാണ്. പാട്ട് പാടിക്കോട്ടെ പിള്ളേർക്ക്. എന്റെ മോൻ പാടും ബാക്കി. മറന്നുപോയി. മേളിൽ ചെന്നിട്ട് ഈ കൊച്ചിന്റെ വ്ളോഗല്ലേ ആ വേട്ടാമളയാ രണ്ടുപേരും ഭയങ്കര. അങ്ങനെ സത്യം പറഞ്ഞ മച്ചാനെ കിട്ടാനല്ല. മച്ചാൻ ഭയങ്കര തിരക്ക്. പറഞ്ഞു തരുന്നില്ല. ക്ലബ് FM വണ്ടി പോയിക്കോ. ടാറ്റ കൊടുത്തു വിട്ടോ അവരെ. ഓക്കെ
ശരി, അടുത്ത പ്രാവശ്യം കാണാം. പിള്ളേർ ചോറ് കഴിക്കാൻ പാപ്പം കഴിക്കാൻ ആ പാപ്പം കഴിക്കാം. എന്റെ ബ്ലോഗാണ്, ഒരു ഹൈ പറയും. ഹായ്, എൻ്റെ പേര് അമൃത. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു മലയാള സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറാണ്. പിന്നെ നിങ്ങളെ പുള്ളിക്കാരി കാണുമ്പോഴായിരിക്കും ഇത്ര യങ് ഏജിൽ എങ്ങനെ ഇതൊക്കെ അച്ചീവ് ചെയ്തു എന്നല്ലേ? പറഞ്ഞോട്ടെ, അത് ഞാൻ പറയും. 10 വയസ്സായ കൊച്ചിന്റെ അമ്മയാണ്. എടാ സത്യമായിട്ട് കണ്ടാ പറയില്ല കേട്ടോ. എങ്ങനെ സന്തൂർ മമ്മി എന്ന് പറഞ്ഞതാണ്. കണ്ടോ പടമൊക്കെ കണ്ടോ? ഇന്ന് രാവിലെ ഏരീസിലൊരു പടം കണ്ടു. നല്ല ഫിലിമായിരുന്നു. എൻജോയ് ചെയ്യാണല്ലേ മൊത്തത്തിൽ വൈബ്? എൻജോയ് ചെയ്യാണ്. യെസ്, ഈ വൈബ് അബ്സോർബ് ചെയ്യാന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ മെയിൻ ഉദ്ദേശം. ഉണ്ടോ വൈബ്? എന്നിട്ട് പോരാ ചില പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത്ര പോരാ. കഴിഞ്ഞ പ്രാവശ്യത്തെ എന്നല്ല, കുറച്ചും കൂടെ മുന്നത്തെ വർഷങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പോരാ. എന്നാലും ഉള്ളതുകൊണ്ടാണ് അല്ലേ? നല്ല സന്തോഷം, എൻജോയ്. അടുത്തായിട്ട് മായം മച്ചാന്റെ സ്കേറ്റ് ബോർഡ് പ്രകടനം. ഇത് ഞാൻ ചുമ്മാ കാല് വെച്ച് നോക്കുക, പിന്നെ അമ്മ എന്നൊരു സൗണ്ട് നോക്കുമ്പോ അങ്ങ് താഴെ ഫെസ്റ്റിവൽ ഓഫീസിൽ എന്തിനാവശ്യമില്ലാത്തൊക്കെ മേടിച്ച് കൈ വെച്ചേക്കണം. ഞാൻ ചുമ്മാ ഒന്ന് ഇതൊക്കെ നോക്കി. സൂപ്പർ സാധനം അല്ലേ? വെയിറ്റ് ഉണ്ടോ? എടാ ഇത് ഒരാൾക്ക് കയറി പോകാൻ പറ്റുമോ? ഫുഡ് കഴിക്കണോ? അന്നദാതാ വന്നിട്ടുണ്ട്. അതെന്ത് തരുമോ? ഒരു കൂപ്പൺ അവിടെ കൊടുത്തു. ഇനി ഒരു കൂപ്പൺ ഞാനാണ് രാവിലെ തുടങ്ങി, ഞാൻ പട്ടിണിയാണ്. താങ്ക് യു. സ്നേഹമുള്ള കുട്ടിയെ താങ്ക്സ് പറയടാ കുട്ടിയോട്. താങ്ക് യു. താങ്ക് യു. ഇവിടെ തേടി നടക്കാം. ചോറ് കഴിക്കാത്തോട്ട് ചോദിച്ചു ചോറ് കണ്ടോട്ട് അറിയാവുന്ന. പക്ഷെ കറക്റ്റ് എന്റെ അടുത്ത് എത്തിയപ്പോ തീർന്നു. സിനിമ കാണണോ? പാസ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഭക്ഷണം കഴിക്കാൻ ഐ ഡി കാർഡ് വേണം. ഭയങ്കര സ്ട്രിക്റ്റ്. എന്നാ വെച്ചോ, നമുക്ക് ഒരെണ്ണം മേടിച്ച് ഷെയർ ചെയ്ത് കഴിക്കാം. അല്ലല്ല, നീ അപ്പൊ ഇതാണ് സൂര്യ. ഹായ് സൂര്യ, എന്താ ചെയ്യുന്നത്? ഞാൻ MA ഫിലോസഫി ലാസ്റ്റ് ഇയർ. പടം കണ്ട് നടക്കാണ് ഇവിടെ. പടം കൊണ്ടല്ലേ, വോളണ്ടിയർ ആണ്. പടം കാണുന്നവരെ കയറ്റി വിടുന്ന. അപ്പൊ സൂര്യ പറഞ്ഞ ഇവിടെ ഏതോ ഒരു ചേച്ചി ഉണ്ട്, ചേച്ചിയെ കാണിച്ചു തരാം. എനിക്കറിയില്ലല്ലോ. ആണോ? ക്യാമറ ഓഫ് ചെയ്താൽ ഞാൻ പറഞ്ഞു. ഏതാണ് ചേച്ചി? ചേച്ചി നല്ല ആർട്ട് വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. സ്റ്റാർ ഓഫ് ദ സ്റ്റോൾസ്. അയ്യാ, ചേച്ചി നല്ല ആട്ടയും ചെയ്യും. എന്ത് ചേച്ചി? ഇവിടെ ഒത്തിരി കട ചേച്ചി ഇല്ലേ? ഈ കടയിലായിരുന്നു ചേച്ചി ഉള്ളത്. നിന്റെ എടുപ്പ് കണ്ടപ്പോഴേ വിചാരിച്ചു. എന്ത്? നീ അവിടെ നിന്ന് ഒലിച്ചൊലിച്ചു വരും. നിന്നെ ആൾക്കാർ കാണുന്നില്ലല്ലോ. കടയിൽ ചേച്ചി ഉണ്ടെന്ന് അങ്ങനെയൊന്നും ഞാൻ ചേച്ചിയുടെ വർക്കാണ് ഇത് ഫുള്ള്. ഇത് ഫുൾ ആന്റിക്ക ചേച്ചിയുടെ വർക്കാണ്. ഇതെല്ലാം ചേച്ചി ചെയ്ത പണികളാണല്ലോ. തെയ്യമൊക്കെ ഇരിക്കുന്ന എല്ലാം ചേച്ചിയുടെ വർക്ക്. അപ്പൊ എന്തായാലും കടയിലെ ചേച്ചിയെ കാണാൻ പറ്റില്ല അച്ഛനെ. പക്ഷേ സൂര്യ ഇപ്പൊ നമ്മുടെ ഗൈഡായി മാറിയിരിക്കും. നമ്മൾ കാണിക്കുകയാണ്, ഇവിടെ ഫുള്ള് കറങ്ങി കാണിക്കുകയാണ്. അടുത്തായിട്ട് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടല്ലേ? ഇതാണ് ടാഗോർ തിയേറ്റർ. ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന്. അതാര്? അത് വോളണ്ടിയർ. ഈ കുട്ടി മൊത്തം വോളണ്ടിയേഴ്സ് ആണല്ലോ. എല്ലാവർക്കും മച്ചാൻ എന്താ കുറവാണോ? ഇതെന്ത്? ഇങ്ങ് പോടാ. ഒത്തിരി സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. സൂര്യ, എവിടെയാണ് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത്? ഇവിടുത്തെ ക്യാൻറ്റീനിലെ കൂപ്പണിലാണ് നല്ല ഫുഡ് കിട്ടുന്നത്. അത് തന്നു കഴിഞ്ഞല്ലേ? ഇനി ചോദിക്കരുത്. അപ്പൊ നമുക്കിനി ക്ലബ് എഫ് എമ്മിലെ മെയിൻ ആദ്യ ഇന്റർവ്യൂ, ജീവിതത്തിലെ ആദ്യ ഇന്റർവ്യൂ, അത് തിരുവനന്തപുരത്ത്. ആരെടുത്തത്? മാഹീൻ മച്ചാൻ. ഇപ്പൊ നീ എവിടെ നിൽക്കുന്നു? ഇപ്പൊ ഞാൻ ക്ലബ് എഫ് എമ്മിന്റെ നിന്റെ നില നോക്കൂ. ഇപ്പോഴും നീ നിനക്ക് ജോലിയില്ല. പാട്ട് പൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടല്ലേ? അഭിനയം ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ അത്തരത്തിലുള്ള പാട്ടുകൾ ഗംഭീരമായിട്ട് പുറത്തു വരട്ടെ. താങ്ക് യു കേട്ടോ. ചേട്ടനെപ്പോൾ ആൾക്കാർ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു. കഴിച്ചില്ല. ഇത്രയും പറഞ്ഞല്ലേ ബിരിയാണി കഴിച്ചത്? വേണ്ട, ഞാൻ നാളെ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് കൂപ്പൺ കിട്ടി. സൂര്യ കനിഞ്ഞു അല്ലേ? എല്ലാവർക്കും കൂപ്പൺ ഉണ്ട്. അപ്പൊ ഇത് കൊണ്ടേ കാണിച്ചാൽ മച്ചാനെ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ചോറും ചിക്കനും കിട്ടും. ചോറും ചിക്കൻ അല്ലെങ്കിൽ മീൻ, നോൺ വെജ് എന്തെങ്കിലും കാണും. നോൺ വെജ് എന്തെങ്കിലും കാണും. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ പോകണം. സൂര്യയുടെ മീൻ ഞാൻ എടുത്തേ. മീനാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരെണ്ണം എടുക്കും. നമ്മൾ പെട്ടെന്ന് കഴിച്ചിറങ്ങിയപ്പോൾ മായമച്ചാനെ കാണുന്നില്ല. നമ്മളിന്ന് താഴെ പോയി ഇവിടെ കിടലൻ ജ്യൂസ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് സൂര്യ പറഞ്ഞു. അതിന് മുന്നേ ചേച്ചി വന്നാൽ നോക്കണം. ആക്ച്വലി ചേച്ചി അവിടെ ഉണ്ട്. സൂര്യ കണ്ടുപിടിച്ച ചേച്ചീനെ. ഇതാണ് ചേച്ചി, കാർത്തിക്. ഞാനാ കൊച്ചിയിൽ നിന്ന് വരുന്ന. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണാൻ വന്നിരുന്നു. അപ്പം പുറത്ത് പോയേക്കിരുന്നു. സൂര്യ പറഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ചേച്ചി തിരിച്ചു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പർപ്പിൾ യാലേ. പർപ്പിൾ യാലേ എന്നാണ് പറയാ അല്ലേ? യാലി, പർപ്പിൾ യാലി. പർപ്പിൾ യാലി ബ്രാൻഡിന്റെ സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്? മരത്തില് കാർവ് ചെയ്തെടുത്തിട്ട് പെയിന്റ് ചെയ്തിരിക്കുന്ന, ഹാൻഡ് പെയിന്റ് ചെയ്തിരിക്കുന്ന വർക്ക്സ് ആയിരുന്നു. ഇതാണെങ്കിലും എവിടെ സ്ഥലം? ഞാൻ കോഴിക്കോടായിരുന്നു. ഇപ്പം ട്രിവാൻഡ്രം സെറ്റിൽഡ് ആണ്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് കോവൂർ. ഞാൻ 2 വർഷം കോഴിക്കോട് ഉണ്ടായിരുന്നു. പുതിയ അവിടെ ജോലി ചെയ്തു. നല്ല സന്തോഷം കണ്ടില്ല. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ? പർപ്പിൾ യാലി തന്നെ, ഗായത്രി. താങ്ക് യു.
നല്ലൊരു ചേച്ചി. അതായത് സൂര്യ എന്നോടൊരു കാര്യം പറഞ്ഞത് പുള്ളിക്കാരി ഒരു അഴകിയാണെന്നുള്ളത്. അഴകി തന്നെയല്ലേ പറഞ്ഞേ? അതെ, അടിപൊളിയാണ്. ഭയങ്കര ഒരു നല്ലൊരു കലാകാരിയാന്നുള്ളത് തോന്നുന്നു അല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ. അടിപൊളി വർക്കും അതേപോലെ തന്നെ കിട്ടുന്ന സംഭവം. ഇനി ഇവിടെ നമ്മൾ ജ്യൂസ് കഴിക്കാൻ പോകണത് ഇതാണ് പുക പോകുന്ന ജ്യൂസാണ്. ഈ ജ്യൂസ് കടയിൽ നിന്ന് സ്മോക്കി ചീസ് ബോൾ ഉണ്ട്. മറ്റേ വായിൽ വെച്ചിരുമ്പോൾ പുക പോകണം. അതിപ്പോ കിട്ടും. ഓൾറെഡി ഇവിടെ പുക കത്തിച്ച് വെച്ചിരിക്കുകയാണ് റെഡി ആയിട്ട്. അതെ, സൂര്യാണ് ക്യാമറാമാൻ. വിഷയമാവാൻ പോവാണ്. അയ്യോ, ഇത് മൊത്തം എന്റെ വായിൽ വെക്കാൻ പോകണം അല്ലേ? എന്താണ് ആക്ച്വലി എന്റെ കണ്ടന്റ്? ചീസ് ബോൾസിലേക്ക് ലിക്വിഡ് നൈട്രജൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ ആവും അല്ലേ സൂര്യ? ചുമ്മാ വായിലിട്ടാൽ മതി അല്ലേ? സാധാരണ പ്രാങ്ക് ഒക്കെ വരുമ്പോഴാണ് എല്ലായിടത്തും കൂടെ പുക പോകുന്നത് നമ്മൾ കാണാറുള്ളത്. ഇപ്പം ലൈവായിട്ട് നമുക്ക് കാണാം. കൊള്ളൂല്ലേ? പക്ഷേ ചെറിയൊരു തണുപ്പാണ്. പുകയെന്ന് വിചാരിച്ച് ആരും ഇത് മറ്റേ തീയെന്ന് വിചാരിക്കരുത്. ചെറിയൊരു തണുപ്പ്, ഒരു സുഖം അല്ലേ ചേട്ടാ? ചേട്ടൻ കാണാൻ നിൽക്കുകയാണ് കട്ടയ്ക്ക്. മായി മച്ച അവിടെ പോയി. ഇപ്പോഴായിരുന്നു വേണ്ടത്. കൊള്ളാണ്ടോ? വയലിട്ടിട്ട് ആദ്യം ഊതണം എന്നിട്ട് കഴിക്കാവുള്ളൂ. ഞാൻ ആദ്യമേ തിന്ന് ഒരോണേ ഓക്കെ. ചെവിന്ന് പോകുന്നുണ്ടോ? സൂപ്പർ സാധനം. അങ്ങനെ കുടിക്കാൻ കൂടെ എന്തെങ്കിലും പുക വരുന്ന സാധനം ഉണ്ടോ? കുടിക്കാനും പുക വരും. അതാണ് നിനക്ക് വേണ്ട? ഒട്ടും വേണ്ട. മൊത്തം ഞാൻ തന്നെ തിന്നണോ? ചേട്ടനാണോ? ഉറങ്ങാൻ കഴിച്ചു. രസവും. അടുത്തതിന് കുടിക്കുന്ന സാധനത്തിന്റെ പുകയാണ് കേട്ടോ. മിക്സ് ചെയ്യാതെ കുടിക്കണം. നിർവൃതി ഭയങ്കര. ഇവിടെ മാത്രമല്ല നിങ്ങളുടെ സ്റ്റോള്? വേറെ ഉണ്ടോ? അല്ല, നമുക്ക് വെട്ടുകാട് ബീച്ചിൽ, എയർപോർട്ടിനടുത്ത് വെട്ടുകാട് ബീച്ചിന്റെ അടുത്താണ് ഇവരെ മെയിൻ കട അല്ലേ? കടയുടെ പേര് ഐസ് വീൽസ്. അങ്ങനെ പുകയൊക്കെ വിട്ട് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഇതെന്ന് വെച്ചാൽ അടുത്ത സിനിമയ്ക്ക് കയറാനുള്ള ക്യൂ ആണ്. ഇത് നോക്കിയേ, അങ്ങ് താഴെ അറ്റം വരെ ക്യൂ ആണ്. ഇത്രയും പേർക്ക് അകത്തിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ? 902. അപ്പൊ ഇവരെല്ലാരും കൂടെ കയറി വരുമ്പോഴത്തേക്ക് പടം തീരുമല്ലോ. അതെല്ലാരും കയറ്റിയിട്ട് തുടങ്ങുള്ളായിരിക്കും അല്ലേ? അങ്ങനെ കയറ്റുള്ളൂ. അപ്പൊ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിൽക്കണവർക്ക് അടുത്ത ഷോയിന് കയറാൻ പറ്റും. അടുത്ത ഷോ ഇല്ല, ഈ ഒരു പടം ഒറ്റ ടൈം എടുത്തുള്ളൂ. ഒറ്റ ടൈമിനേ ഉള്ളൂ. ഇത്ര ആത്മാർത്ഥമായിട്ട് ആൾക്കാർ ക്ഷമയോടെ ക്യൂ നിൽക്കണോ? പൈസാനെ പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിക്കുകയാണ്. ബൈ ദ വൈ, മാഹിൻ മച്ചാൻ നമ്മളെ ചതിച്ച്. അതായത് സൂര്യയുടെ കൂടെ എന്നെ ആക്കിയിട്ട് പുള്ളി പോയി FM-ല്. പിന്നെ പറഞ്ഞ കാര്യമില്ല, വൈകുന്നേരം 4 മണിക്ക് പുള്ളിക്ക് ഷോ ഉണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഇനിയിപ്പോ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാണ്. അല്ല, ഞാൻ എന്നെ ആക്കാൻ വരികയാണ്. സൂര്യ ഇല്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്തേനെ? മാഹിൻ മച്ചാൻ അറിഞ്ഞ് ചെയ്തതാണ്. അല്ലല്ല. അപ്പൊ ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ടാഗോർ തിയേറ്റർ, മറ്റേ സ്ഥലം ഏതാണ്? മാനവീയം വീതി, രാത്രി 8 മണിക്ക്. മാനവീയത്താണ് രാത്രി പരിപാടി ഉള്ളത്. അപ്പൊ രാത്രി വന്നാൽ ഭയങ്കര ലൈറ്റ്സ് ആയിരിക്കും, രസമായിരിക്കും എന്ന് പറഞ്ഞു. അതെന്തായാലും ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നില്ല, മറ്റൊരു വ്ളോഗിൽ കാണിക്കില്ല. ഭയങ്കര ലെങ്ത് ആയി പോകും. ലെങ്ത് കൂട്ടുന്നില്ല. അപ്പൊ ഇതെന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം സൂര്യ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ്. അപ്പൊ നമുക്ക് എന്തായാലും വൈകുന്നേരം വ്ളോഗ് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എടുത്താൽ അടുത്ത വീഡിയോയിൽ അത് കാണാം. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മൾ മിസ്റ്റർ വ്ളോഗ്സ്. നെക്സ്റ്റ് വീഡിയോ. യു ടേക്ക് കെയർ. ബൈ.